ശ്രീമന്നാരായണീയം ദശകം 25 നരസിംഹാവതാരം. ശ്ലോകം 4. അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അലേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഉത്സർപ്പദ്വലിഭംഗഭീഷണഹനോ ഹ്രസ്വസ്തവീയസ്തരഗ്രീവം പീവരദോഷദോദ്ഗതനഖക്രൂരാംശുദൂരോൽബണം വ്യോമോല്ലംഘിഖനാഖനോപമഖന പ്രധ്വാനനിർധാവിത സ്പർദ്ധാലുപ്രകരം നമാമി ഭവത തന്നാരസിംഹം വപു. കഴിഞ്ഞ ശ്ലോകത്തില് ആ നരസിംഹമൂർത്തിയെക്കുറിച്ച് പറഞ്ഞു. ഉരുക്കിയ തങ്കത്തിന്റെ നിറമുള്ള ഉരുട്ടിമിഴിച്ച അത്യുഗ്രങ്ങളായ കണ്ണുകളോട് കൂടിയതും ചിടകെട്ടിയ ആ കഴുത്തിലെ രോമങ്ങൾ അങ്ങോട്ട് എഴുന്നു നിന്നപ്പോൾ ആകാശം മുഴുവൻ മൂടുന്നതായിട്ട് ഉള്ളതും, വായങ്ങ് തുറന്നപ്പോൾ വളരെ വിസ്താരമുള്ള ഒരു ഗുഹയ്ക്ക് സമാനമായി തീർന്നു. പിന്നെ നാക്ക് പുറത്തേക്ക് നീട്ടി വാള് പോലെ അത് ആടിക്കളിക്കാൻ തുടങ്ങി. ഭയങ്കരമായി കിടന്ന് വിറയ്ക്കാൻ തുടങ്ങി. അപ്പോ വായിനകത്ത് വലിയ 2 ദംഷ്ട്രകൾ പുറത്തേക്ക് കാണാം. അത്ഭുതകരമായിട്ടുള്ള ഇങ്ങനത്തെ ഭഗവാന്റെ ആ രൂപം ജയിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ ഭഗവാന്റെ ഏകദേശം ഒരു രൂപം കണ്ടു. ഇനി ആ ഭഗവാന്റെ രൂപത്തെ വന്ദിക്കുകയാണ് ഈ ശ്ലോകത്തിൽ. ഉത്സർപ്പത് വലിഭംഗഭീഷണ ഹനു. ഉത്സർപ്പത്, ഇത് മേൽപോട്ട് ഇങ്ങനെ വലിഞ്ഞു നിൽക്കുന്ന വലികളുടെ ഭംഗ, അതായത് ഇവിടെ ചുളിവുകൾ കൊണ്ട് മേൽപോട്ട് ഇങ്ങനെ വലിഞ്ഞു നിൽക്കുന്ന ആ വലിഞ്ഞു മുറുകി ഇങ്ങനെ നിൽക്കുന്ന ആ ചുളിവുകൾ, വലി എന്ന് പറയുക അതിന്. അത് ഈ മുഖത്തിന്റെ താഴെയുള്ള ആ കവിളുകൾ ഇങ്ങനെ താഴെയുള്ള ഭാഗം ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ വലിഞ്ഞു മുറുകി നിൽക്കുകയാണ്. ആ വലികളുടെ അപ്പം ഓരോ ചുളിവുകളായിട്ട് ഇങ്ങനെ കാണാതെ അങ്ങനെ ഭയങ്കരമായി തീരുന്ന ആ താഴെയുള്ള കവിളുകളോട് കൂടിയതും. ഹനു, ഹനു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താടി എന്നാണ് അർത്ഥം. ആ താടിയോട് കൂടിയതും എന്ന് പറയാം അവിടെ. പിന്നെ ഭീഷണ, ഭയങ്കരമായിട്ട് ഉള്ള ആ വലിഞ്ഞു മുറുകി നിൽക്കുന്ന ഇങ്ങനെ ചുളിവുകൾ ഇങ്ങനെ വീണ് നിൽക്കുന്ന കവിളും ആ കീഴ്ത്താടിയോട് കൂടിയതും, കവിളുകളോട് താഴെയുള്ള കവിളുകളോട് കൂടിയതും. ഹ്രസ്വസ്തവീയസ്തര ഗ്രീവം, ഗ്രീവം എന്ന് പറഞ്ഞ കഴുത്ത്. ഹ്രസ്വ, ഇവിടെ ഹ്രസ്വസ്ത വീയ, നീളം കുറഞ്ഞ്, ഇവിടെ വീയസ്തര ഗ്രീവം, തടിച്ച ആ കഴുത്തുള്ളതും. അവിടെ പീവര എന്നൊരു വാക്ക് അടുത്തതിൽ പറയുന്നുണ്ട്. പീവര എന്ന് പറഞ്ഞാൽ തടിച്ച എന്നുള്ള അർത്ഥമാണ്. അപ്പൊ നീളം കുറഞ്ഞ് നല്ലവണ്ണം തടിച്ച കഴുത്തുള്ളതും. പിന്നെ ദോ എന്ന് പറഞ്ഞ കൈ എന്നാണ് അർത്ഥം. ഇവിടെ ദോശത എന്ന് പറഞ്ഞപ്പോ അനേകം കൈകളുണ്ട്. അനേകം കൈകളില് ഉദ്ഗത എന്ന് പറഞ്ഞ പുറത്തേക്ക് വരുന്ന നഖ, ആ നഖങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന അനേകം കൈകളിലെ ആ നഖങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ക്രൂരാംശു, തീഷ്ണങ്ങളായ അംശു, രശ്മികളാൽ ദൂര ഉൽബണം, ഇവിടെ അതിഭീഷണവും. ഇപ്പൊ കഴുത്ത് നീളം കുറഞ്ഞ് തടിച്ചതാണ്. അനേകം കൈകളുണ്ട്. കൈകളിലെ എല്ലാ നഖങ്ങളിൽ നിന്നും പുറത്തേക്ക് അതിതീഷ്ണമായിട്ടുള്ള
രശ്മികൾ പുറത്തേക്ക് വരികയാണ്. അതുകൊണ്ട് തന്നെ വളരെ ഭയങ്കരമായിട്ടിരിക്കുന്നു. പിന്നെ വ്യോമ ഉല്ലംഘി, വ്യോമം എന്ന് പറഞ്ഞ ആകാശം, ഇവിടെ ആകാശം മുട്ടി നിൽക്കുന്നതും ഘനാഘനോപമ ഘന പ്രസ്ത്വാന പ്രധ്വാന നിർധാവിത. ഇവിടെ ഘനം എന്ന് പറഞ്ഞാൽ മേഘമാണ്. ഇപ്പൊ ഇവിടെ മഴ പെയ്യാൻ ഒരുങ്ങിയ ആ മേഘങ്ങളുടെ അതിൽ നിന്നും വരുന്ന ആ ഇടിമുഴക്കത്തിന് തുല്യമായ ഘനപ്രധ്വാന. അപ്പൊ അട്ടഹാസത്താൽ, അപ്പൊ ഭഗവാന്റെ ആ അട്ടഹാസങ്ങളെ കുറിച്ച് പറയാണ്, ഗർജനത്തെ കുറിച്ച് പറയാണ്. ഇവിടെ മഴ പെയ്യാൻ ഒരുങ്ങി നിൽക്കുന്ന മേഘങ്ങളിൽ അന്നേരം ഇടിമുഴക്കം ഉണ്ടാവും. ആ ഇടിമുഴക്കത്തിന് തുല്യമായിട്ടുള്ള ഘന ഉപമ എന്ന് പറഞ്ഞാൽ അതിനോട് ഉപമിക്കാവുന്ന തുല്യമായിട്ടുള്ള അട്ടഹാസത്താൽ ഘനപ്രധ്വാന. ആ അട്ടഹാസത്താൽ സ്പർദ്ധാലു എന്ന് പറഞ്ഞ ശത്രുവാണ്. അപ്പൊ പ്രകരം കൂട്ടം. അപ്പൊ ആ ശത്രുക്കളുടെ കൂട്ടത്തെ ആട്ടി ഓടിച്ചതുമായ നിർധാവിത സ്പർദ്ധാലു പ്രകരം. ഇവിടെ നിർധാവിത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഓടിച്ചു കളഞ്ഞ എന്നുള്ള ഒരു അർത്ഥം കൂടി ഇവിടെ ഉണ്ട്. അപ്പൊ അതിന് മഴ പെയ്യാൻ ഒരുങ്ങിയ മഴ പെയ്യാനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, നിറഞ്ഞ് മേഘങ്ങൾ നിൽക്കുകയാണെങ്കിൽ ആ മേഘങ്ങളിൽ നിന്ന് ഇടിമുഴക്കം ഉണ്ടാവുമ്പോൾ അതിന് തുല്യമായിട്ടുള്ള അട്ടഹാസത്താല് സ്പർദ്ധാലു പ്രകരം, എതിരാളി കൂട്ടത്തെ ശത്രുക്കളെ എല്ലാം നിർധാവിത ദൂരേക്ക് ഓടിച്ചു കളയുക. അപ്പൊ അങ്ങനെ ഓടിച്ചു കളഞ്ഞ് നാട്ടി ഓടിച്ചതുമായ ഭവത അവിടുത്തെ തത് നാരസിംഹം വപു, ആ നരസിംഹാകാരമായ ആ ശരീരത്തെ നമാമി ഞാൻ വണങ്ങിക്കൊള്ളുന്നു. അപ്പൊ ഇതിനകത്ത് പറയണത് ഭഗവാന്റെ ആ രൂപം ഒന്നുകൂടി പറഞ്ഞിട്ട് ഞാൻ വണങ്ങുന്നു, വന്ദിക്കുന്നു എന്ന് ഇവിടെ പറയുകയാണ്. മേൽപോട്ടിങ്ങനെ വലിഞ്ഞു മുറുകി നിൽക്കുന്ന ചുളിവുകളോട് കൂടിയ ആ കവിളും കീഴ്ത്താടിയും, പിന്നെ നീളം കുറഞ്ഞ് തടിച്ച കഴുത്ത്, അനേകം കൈകളിലെ നഖങ്ങളിൽ നിന്നെല്ലാം പുറത്തേക്ക് അതിതീഷ്ണങ്ങളായിട്ടുള്ള രശ്മികൾ, ആ രശ്മികൾ കൊണ്ട് അതിഭയങ്കരമായിട്ട് തീർന്നിരിക്കുന്നു. ആകാശം മുട്ടി നിൽക്കുന്നതും മഴ പെയ്യാൻ ഒരുങ്ങിയ മേഘങ്ങളുടെ ഇടിമുഴക്കത്തിന് തുല്യമായിട്ടുള്ള അട്ടഹാസങ്ങൾ ഉതിർക്കുന്നതും, അതുപോലെ എതിരാളി കൂട്ടങ്ങളെ, ശത്രുക്കളെ മുഴുവനും ആട്ടി ഓടിക്കുന്നതുമായ ആ നരസിംഹരൂപത്തെ, ആ ഭഗവാന്റെ നരസിംഹരൂപത്തെ ഞാൻ വണങ്ങിക്കൊള്ളുന്നു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.